ഹായ് എവ്രി വൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. അങ്ങനെ നമ്മുടെ ഫോർത്ത് സെമ്മിന്റെ 3 എക്സാംസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അതിന്റെ റിവ്യൂസോ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല, കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പൊ ഇനി നമുക്ക് വരാനുള്ളത് കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. അപ്പൊ അതിലെ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം. അതായത് ചാപ്റ്റർ 1, 2, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മാർക്ക് ഷോർട്ട് എസ്സേ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഒന്നും കൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് വേഗത്തിൽ പറഞ്ഞു തരുവാണ്. ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള അതിന്റെ വീഡിയോസ് കൂടി കേൾക്കണം. കാരണം അതിലാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് എഴുതാൻ പറ്റണമെങ്കിൽ അതും കൂടി നിങ്ങൾ കേൾക്കണം. ഇതൊന്ന് ക്വിക്ക് ആയിട്ടുള്ള റിവിഷൻ വീഡിയോ ആണ്. ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഷോർട്ട് എസ്സേ 2 മാർക്ക് MCക്ക് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ക്വിക്ക് റിവിഷൻ ഓഫ് 1, 2, 3 ചാപ്റ്റേഴ്സ് വിത്ത് 2 മാർക്ക് ഷോർട്ട് എസ്സേ. വേഗം നമുക്ക് നോക്കാം. സോ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം ഡിഫൈൻ കമ്പനീസ് ആക്ട് 2013 എന്നുള്ളതാണ്. 2013 പ്രകാരമാണ് പുതിയ കമ്പനീസ് ആക്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം 1956 നമ്മുടെ ആക്ട്. പിന്നെ അത് പുതുക്കിയിട്ടാണ് 2013 പുതിയൊരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എന്താണ് കമ്പനീസ് ആക്ട് എന്നുള്ളത് പഠിച്ചു വെക്കുക. കമ്പനീസ് ആക്ട് 2013 is an act of Parliament of India that regulates the incorporation, operation and management of companies in India. പിന്നെ പറ്റാവുന്നവർ ഇതൊന്ന് ഈ ഒരു ഇയേഴ്സ് ഒന്ന് എഴുതിക്കോളൂ. 1956 ഫസ്റ്റ് കമ്പനീസ് ആക്ട്. പിന്നെ അതിൽ കുറച്ച് എന്താ പറയാ ബെറ്റർ ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2012 ബില്ല് പാസ്സാക്കി. അവര് 2013 ബില്ല് അംഗീകരിച്ചിട്ടുണ്ട്. ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു 2012, 2013 ബില്ല് പാസ്സാക്കി. 2014 തൊട്ടാണ് അത് കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. എന്നാൽ അറിയപ്പെടുന്നത് 2013 ആക്ട് എന്ന് തന്നെയാണ് കേട്ടോ. ബില്ല് പാസ്സായ വർഷമാണ് നമ്മളത് അറിയപ്പെടുക. അപ്പോൾ ഇതാണ് കമ്പനീസ് ആക്ട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കാര്യം. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് കമ്പനി എന്താന്നുള്ളത്. കമ്പനി നമ്മൾ +2 തൊട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. കമ്പനി ഒരു ലീഗൽ എൻറ്റിറ്റി ആണ്. അവിടെ എന്താ പറയുക കോമൺ സീൽ ഉണ്ടായിരിക്കും. കുറച്ച് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ചേർന്നിട്ട് നടത്തുന്നതാണ് ഒരു കമ്പനി എന്നൊക്കെ നമ്മൾ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അവിടെ കമ്പനി എന്താണെന്ന് നോക്കി വെക്കുക. ദെൻ നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് 2013. കമ്പനിയുടെ ഫീച്ചേഴ്സ് അല്ല കേട്ടോ, കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ടേംസും അതിന്റെ പ്രത്യേകതകളുമാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇതില് ഫസ്റ്റ് നമ്മൾ ഒരു പോയിന്റ് കൂടി കൊടുത്തിരിക്കുന്നത് 1% കമ്പനി എന്നാണ്. അതായത് 2013 പ്രകാരം വന്നിരിക്കുന്ന ഒരു ടേം ആണ് OPC അഥവാ 1% കമ്പനി. ഒരൊറ്റൊരാളായിട്ട് മാത്രം തുടങ്ങുന്ന കമ്പനിയാണ് 1%. ആ പേര് പോലെ തന്നെ പണ്ട് ഇതിനറിയപ്പെട്ടിരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്നാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ 2013 ആക്ട് പ്രകാരം അത് 1% കമ്പനി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ അടുത്തൊരു ഫീച്ചർ CSR ആണ്. CSR എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. CSR എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സമൂഹത്തിൽ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും കാര്യം നമ്മുടെ നെറ്റ് പ്രോഫിറ്റിന്റെ 2% എങ്കിലും നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടി മാറ്റി വെക്കണം. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് ബുക്സ് വിതരണം ചെയ്യുക, സൗജന്യമായിട്ട് ഐ ടെസ്റ്റ്, നേത്ര ചികിത്സയൊക്കെ ഉണ്ടല്ലോ, കണ്ണിന്റെ ടെസ്റ്റുകൾ ആൾക്കാർക്ക് നടത്തി കൊടുക്കുക. അങ്ങനെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നമ്മൾ ചെയ്യണം. അതാണ് CSR എന്ന് പറയുന്നത്. ദെൻ അടുത്തത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ അഥവാ NCLT ആണ്. NCLT എന്താന്ന് 2 മാർക്കിന് ചോദിക്കാം. CSR എന്താന്നും 1% കമ്പനി എന്താന്നൊക്കെ 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. മൊത്തമായിട്ട് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഷോർട്ട് എസ്സേക്കും ചോദിക്കാം. അപ്പോൾ ഈ ഒരു NCLT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കയറി ഇറങ്ങുന്നതിന് പകരം ഈ ഒരു NCLTയിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഹാൻഡിൽ ചെയ്ത് തരും. ഇതൊരു ട്രിബ്യൂണൽ, ഒരു കോർട്ട് പോലെയാണ് കേട്ടോ. പിന്നെ ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് ഉണ്ട്. ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക, അവർക്ക് എല്ലാത്തിനെ കുറിച്ച് അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് ക്ലാസ് ആക്ഷൻ സ്യൂട്ട്സ്. ദെൻ ക്രോസ് ബോർഡർ മെർജർ ഉണ്ട്, ഫോറിൻ കമ്പനീസുമായിട്ട് മെർജ് ചെയ്യുന്നത്. പിന്നെ ഇൻസൈഡർ ട്രേഡിംഗ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. ഓഡിറ്റേഴ്സിന് സ്ട്രിക്ട് റൂൾസ് ഉണ്ട്. ഫിനാൻഷ്യൽ ഇയർ, നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ കാര്യം. പിന്നെ ആർട്ടിക്കിൾ നമുക്കറിയാം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ട്, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഉണ്ട്. ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ്, നോട്ടീസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് ബോർഡ് മീറ്റിംഗിന്റെ കാര്യം. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മുടെ കമ്പനീസ് ആക്ട് 2013 ഉള്ളത്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. ഇത് ഈ ഒരു ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനിയാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, വോളണ്ടറി അസോസിയേഷൻ ആണ്, ഒരു പെർപെച്വൽ സസഷൻ ഉണ്ട്, ലൈബിലിറ്റിയുടെ കാര്യം, ആർട്ടിഫിഷ്യൽ ലീഗൽ
പേഴ്സൺ ആണ്, ഒരു കോമൺ സീൽ ഉണ്ടായിരിക്കും, എമൗണ്ട്, ക്യാപിറ്റലിന്റെ കാര്യം, വൈൻഡിങ് അപ്പിന്റെ കാര്യം. ഇപ്പൊ കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ, കമ്പനിയുടെ ഫീച്ചർ ചോദിച്ചാലും കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക് ചോദിച്ചാലും ഇത് എഴുതാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് കമ്പനീസ് ആക്ട് 2013 ഫീച്ചേഴ്സ് ആയിരുന്നു. ദെൻ വെരി 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 ഇമ്പോർട്ടന്റ് ഏരിയ കൈൻഡ്സ് ഓഫ് കമ്പനീസ്. ഇത് നമുക്ക് എസ്സേക്ക് സാധ്യതയുള്ളതാണ്, ഷോർട്ട് എസ്സേക്ക് ചോദിക്കാം, 1 by 1 ആയിട്ട് 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ചാർട്ടേഡ് കമ്പനീസ് ഉണ്ട്, ഒരു റോയൽ ചാർട്ടറിന്റെ കീഴിലുള്ള ചാർട്ടേഡ് കമ്പനീസ് ഉണ്ട്. ഇതിന് ഉദാഹരണമായിട്ടും ചോദിക്കാം കേട്ടോ. റൈറ്റ് ഇൻ 2 എക്സാമ്പിൾസ് ഫോർ ചാർട്ടേഡ് കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഒക്കെയാണ് ചാർട്ടേഡ് കമ്പനി. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി ഉണ്ട്, നമ്മുടെ സ്പെഷ്യൽ ആക്ട് പാർലമെന്റ് പ്രകാരം വന്നിട്ടുള്ള കമ്പനീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. റിസർവ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെയാണ് അതിൽ വരുന്നത്. ദെൻ രജിസ്റ്റേർഡ് കമ്പനീസ് ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും രജിസ്റ്റേർഡ് കമ്പനീസ് ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ കാണുന്ന കമ്പനി കേട്ടോ. റിലയൻസ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ടാറ്റ ആയിക്കോട്ടെ, എല്ലാം രജിസ്റ്റേർഡ് കമ്പനീസ് ആണ്. ദെൻ അടുത്തത് ലൈബിലിറ്റിന്റെ കേസിൽ പറയാന്ന് വെച്ചാൽ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ഉണ്ട്. അതായത് നമ്മൾ എത്രയാണോ നമ്മൾ ഇനി ഷെയറിന് പേ ചെയ്യാനുള്ളത്, ആ അൺപെയ്ഡ് ഓൺ ദ ഷെയർസ്, അതിനുള്ള ഒരു ലൈബിലിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്. അതായത് ചില കേസിൽ അതിലെ ഷെയർ ഹോൾഡേഴ്സ് ഓർ മെമ്പേഴ്സ് ഇത്രയും എമൗണ്ട് ഞാൻ പേ ചെയ്യാം എന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ഒരു ലൈബിലിറ്റി അവർക്കുണ്ട്. ദെൻ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ഉള്ള കമ്പനീസ് ആണ് അൺലിമിറ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി നമ്പറിന്റെ കേസിൽ പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, 1 person കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് മിനിമം മതി, മാക്സിമം 200 പേര് വരെ ആവാം. പബ്ലിക് കമ്പനിയിൽ മിനിമം 7 പേര്, മാക്സിമം ഒരു നമ്പറേ ഇല്ല, എത്ര പേര് വേണമെങ്കിലും ആവാം. അപ്പൊ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസവും നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദെൻ 1 person കമ്പനി നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരൊറ്റ ഒരാളായിട്ട് മാത്രം തുടങ്ങുന്ന കമ്പനിയാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1 person കമ്പനിയെ കുറിച്ച് മാത്രം ഷോർട്ട് എസ്സേക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. 1 person കമ്പനി ഒരൊറ്റ ഒരാളായിട്ട് മാത്രം തുടങ്ങുന്നതാണ്, അവരാണ് അവിടുത്തെ മാനേജർ, എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് അവരാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം വന്നിട്ടുള്ള ടേം ആണ് അത്. അവർക്ക് കിട്ടുന്ന പ്രിവിലേജസ് സിംപ്ലിഫൈഡ് കംപ്ലയൻസ്, ലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളൂ, ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്, ഈസിയാണ് മാനേജ് ചെയ്യാൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇനി അവർക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മിനിമം ക്യാപിറ്റൽ 1 lakh വേണം, സിംഗിൾ മെമ്പർഷിപ്പ് ആണ്, ഷെയർ ട്രാൻസ്ഫറിനൊക്കെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഒരു നോമിനി നിർബന്ധമായിട്ടും വേണം. ദെൻ കൺവേർഷൻ റിക്വയർഡ് ഇഫ് ക്യാപിറ്റൽ എക്സീഡ് 50 lakh ഓർ ടേൺ ഓവർ എക്സീഡ് 2 crore. അങ്ങനെ പല കാര്യത്തിൽ ഇവർക്ക് റെസ്ട്രിക്ഷൻസും ഉണ്ട് ബിസിനസ് നടത്തിക്കൊണ്ടുപോകാൻ. അപ്പോൾ 1 person കമ്പനി മാത്രമായിട്ട് അവരുടെ പ്രിവിലേജ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് എസ്സേക്കും ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത ഒരു കൈൻഡ്സ് ആണ് പറയുന്നത്. ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട്, നോൺ ഗവൺമെന്റ് കമ്പനീസ് ഉണ്ട്. ദെൻ ഹോൾഡിംഗ് കമ്പനി ഉണ്ട്, സബ്സിഡറി കമ്പനി ഉണ്ട്. അതായത് ഹോൾഡിംഗ് കമ്പനി എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ കീഴെ ഒരുപാട് കമ്പനീസിനെ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടാവും, അതാണ് ഹോൾഡിംഗ് കമ്പനി. അങ്ങനെ ഒരു ഹോൾഡിംഗ് കമ്പനിയുടെ താഴെയുള്ള കുഞ്ഞു കുഞ്ഞു കമ്പനീസിനെ വിളിക്കുന്ന പേരാണ് സബ്സിഡറി കമ്പനി. ദെൻ നാഷണൽ കമ്പനീസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന കമ്പനി നാഷണൽ കമ്പനിയാണ്, പുറത്ത് പ്രവർത്തിക്കുന്ന കമ്പനി ഫോറിൻ കമ്പനീസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് 2 മാർക്കിന് ഏത് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. വാട്ട് ഈസ് എന്താ പറയുക 1 person കമ്പനി, വാട്ട് ഈസ് പബ്ലിക് കമ്പനി, ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനി, വാട്ട് ഈസ് ദ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആൻഡ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. അങ്ങനെ ഏത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് 2 മാർക്കിന് ചോദിക്കാം. മൊത്തമായിട്ട് എസ്സേക്കും സ്കോപ്പുള്ള ഒരു ഏരിയ ആണ് കൈൻഡ്സ് ഓഫ് കമ്പനി എന്ന് പറയുന്നത് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, വെരി ഇമ്പോർട്ടൻറ്റ് ഏരിയ. ഇനി അടുത്തത് കുറച്ചും കൂടി ഒരു അതർ ഫോംസ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്മോൾ കമ്പനി. സ്മോൾ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനിയാണ്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഒരു 50 ലക്ഷം രൂപയൊക്കെ വരെയുള്ള ചെറിയ കമ്പനിയാണ് സ്മോൾ കമ്പനി. ഡിഫെക്റ്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തോളമായിട്ട് യാതൊരു തരത്തിലുള്ള ആക്ടിവിറ്റീസും നടക്കാത്ത കമ്പനിയാണ് നമ്മൾ ഡിഫെക്റ്റ് കമ്പനി എന്ന് വിളിക്കുന്നത് കേട്ടോ. 2 ഫിനാൻഷ്യൽ ഇയേഴ്സ് ആയിട്ട് അവിടെ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടാവില്ല. ഡോർമെന്റ് കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനാക്റ്റീവ് കമ്പനിയാണ്, ഒരു തരത്തിൽ കുറേ നാളുകളായിട്ട് ഒരു തരത്തിലുള്ള ബിസിനസ്സുകൾ അവിടെ നടക്കുന്നില്ലെങ്കിൽ അതാണ് ഡോർമെന്റ് കമ്പനി. ദെൻ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നമ്മുടെ ഷെയറിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത്. അപ്പോൾ അവിടെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പേര് അവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കമ്പനീസാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കമ്പനിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് അസോസിയേറ്റ് കമ്പനി എന്ന് പറയുക. ദെൻ എന്തെങ്കിലും പ്രൈമറി കാര്യങ്ങളൊക്കെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ഫ്ലോറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനിയാണ് പ്രൊഡ്യൂസർ കമ്പനി. ദെൻ നിധി എന്ന് പറയുന്നുണ്ട്, അത് മ്യൂച്വൽ ബെനിഫിറ്റ്സ്
നീഡ്സിനൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പ്രവർത്തിക്കുന്നതാണ് നിധി കമ്പനി. ദെൻ ചാരിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കമ്പനി, നോൺ പ്രോഫിറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്പനീസാണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. അപ്പം ഇതൊക്കെ അതർ ഫോംസ് ഓഫ് കമ്പനിയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എസ് എ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഒപ്പം ഇതും കൂടി എഴുതണമെന്ന്. ഇതും കൂടി എഴുതി കഴിഞ്ഞാൽ ബെറ്റർ ആണ് എസ് ഐക്ക് കേട്ടോ. പിന്നെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ളത് 2 മാർക്കിനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. വാട്ട് ഈസ് സ്മോൾ കമ്പനി, വാട്ട് ഈസ് അസോസിയേറ്റ് കമ്പനി, വാട്ട് ഈസ് പ്രൊഡ്യൂസർ കമ്പനി, വാട്ട് ഈസ് നിധി എന്നൊക്കെ നമുക്ക് 2 മാർക്കിനും ചോദിക്കാം. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ആൻഡ് ഷോർട്ടസ്റ്റ് ഏരിയ കോർപ്പറേറ്റ് വെയിൽ. എന്താണ് കോർപ്പറേറ്റ് വെയിൽ? കോർപ്പറേറ്റ് വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ കേസ് പറയുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളത്. അതായത് നമ്മുടെ കമ്പനിയും അതിൻ്റെ ഓണറും രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്, അവർ രണ്ടുപേരും ഒന്നല്ല. അതിനെയാണ് നമ്മൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് വിളിച്ചിരുന്നത്. ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് കോർപ്പറേറ്റ് വെയിൽ എന്നുള്ളത്. അപ്പോൾ ചില കമ്പനികളെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തെറ്റായിട്ടുള്ള കാര്യമൊക്കെ സംഭവിച്ചു എന്ന് വയ്ക്കുക. അതായത് നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ കേസ് എടുക്കുന്ന സമയത്ത്, കോടതിയൊക്കെ എന്തെങ്കിലും കേസ് കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഓണർ പറയും കമ്പനിയിലല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കണേ, ഞാനും കമ്പനിയും വേറെ വേറെയല്ലേ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ, അപ്പോൾ എന്തിനാ എൻ്റെ പേരിൽ കേസ് എടുക്കുന്നത്, കമ്പനിയുടെ പേരിൽ കേസ് എടുത്തോ എന്ന് പറയും. ഈ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റീനെ ദുരുപയോഗിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, ഈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്നത്, അതായത് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്ന ഈ ടേം കോടതി അങ്ങോട്ട് മറക്കും. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയാണ്, അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമല്ല, ഞങ്ങൾ ഈ സിറ്റുവേഷനിൽ അങ്ങനെ കാണുന്നില്ല, സെപ്പറേറ്റ് ആയിട്ട് കാണുന്നില്ല എന്ന് പറയും. അങ്ങനെയുള്ള സാധനമാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. കോർപ്പറേറ്റ് വെയിൽ മീൻസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കോർപ്പറേറ്റ് വെയിൽ. അപ്പോൾ ഈ കോർപ്പറേറ്റ് വെയിൽ ചില സമയത്ത് എടുത്തു കളയാൻ സാധ്യതയുണ്ട്. ലിഫ്റ്റിംഗ് ഓഫ് ദ കോർപ്പറേറ്റ് വെയിൽ എന്തൊക്കെ സിറ്റുവേഷനിലാണ്? നമ്മുടെ എന്തെങ്കിലും ടാക്സ് ഇവേഷൻ, ടാക്സ് തട്ടിപ്പ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ഫ്രോഡ് നടത്തിയിട്ടുണ്ടെങ്കിൽ, എനിമി ക്യാരക്ടറായിട്ട്, അതായത് നമ്മുടെ രാജ്യത്തിന് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ആ കമ്പനിയിൽ നടക്കുവാണെങ്കിൽ, എന്തെങ്കിലും ലീഗൽ ഒബ്ലിഗേഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രസ്റ്റി ആയിട്ടും ഏജന്റ് ആയിട്ടൊക്കെ നമ്മൾ പ്രവർത്തിക്കുന്നു, പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുന്നു, ഇത്തരം സിറ്റുവേഷനിൽ കോർപ്പറേറ്റ് വെയിൽ എന്ന സംഭവം അങ്ങോട്ട് മറക്കും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് പറയുന്ന സംഭവം അവിടെ എടുക്കില്ല. അല്ലെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും നമ്മൾ പറയും കമ്പനിയും ഓണറും വേറെ വേറെയാണ്, ഇതിനെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അഥവാ കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയാന്നൊക്കെ പറഞ്ഞു നമ്മൾ. പക്ഷെ ചില സമയത്ത് ഇത് എടുത്ത് കളയും എന്നുള്ളൊരു കാര്യം കൂടി, ഇത്തരം സിറ്റുവേഷനിൽ എടുത്ത് കളയും എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. അപ്പം ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ. കോർപ്പറേറ്റ് വെയിലും അതിൻ്റെ ലിഫ്റ്റിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈൻഡ്സ് ഓഫ് കമ്പനി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കി. പ്രീവിയസ് ഇയേഴ്സിൽ ഇതിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് കമ്പനീസ് ആക്ട് 2013, 2 ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ടിന്റെ 2 ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലൈനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ്സ് എഴുതാനായിട്ട് പറ്റും. റെഗുലേറ്റ് ദ ഇൻകോർപ്പറേഷൻ ഓപ്പറേഷൻ, ഇൻകോർപ്പറേഷൻ ആൻഡ് ഓപ്പറേഷൻ അവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ കംപ്ലീറ്റ് മാനേജ്മെന്റ് ഓഫ് ദ കമ്പനീസ് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കമ്പനീസിന്റെയും മാനേജ്മെന്റും ഇവർ ഉറപ്പുവരുത്തുന്നുണ്ട്. ഇത് 2 സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് എഴുതാം. പിന്നെ എന്താണ് കമ്പനി, എന്താണ് ചാർട്ടേഡ് കമ്പനി, എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, ഇതൊക്കെ ആ ടൈപ്പിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ് കേട്ടോ, ഡോർമെന്റ്, ഹോൾഡിംഗ് കമ്പനി ഒക്കെ. പിന്നെ എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് ചോദിക്കാം. ഇതിന് പകരമായിട്ട് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറഞ്ഞ സംഭവം ചോദിക്കാം. പിന്നെ 3 എക്സാമ്പിൾസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടുണ്ട്. 1% കമ്പനി എന്താണെന്നുള്ളത് ഷോർട്ടസ്റ്റ് ചോദിച്ചു. ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ചോദിച്ചിട്ടുണ്ട്. നാഷണൽ കമ്പനിയും ഫോറിൻ കമ്പനിയും തമ്മിലുള്ള വ്യത്യാസം, 1% കമ്പനിക്ക് കിട്ടുന്ന പ്രിവിലേജ്. ദെൻ എസ് എക്ക് ചോദിക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് കമ്പനീസ് എസ് എ ചോദിച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പ്രിവിലേജസ് കൊടുത്തിട്ടുണ്ട്. 2 മെമ്പേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പ്രൈവറ്റ് കമ്പനി തുടങ്ങാൻ പറ്റും. ക്യാൻ സ്റ്റാർട്ട് ബിസിനസ് ക്വിക്ക്ലി, നോ നീഡ് ടു ഗിവ് പബ്ലിക് ഷെയർസ് കനോട്ട് ബി സോൾഡ് ഫ്രീലി, ഫ്യൂവർ റൂൾസ് ആൻഡ് പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ, മിനിമം ക്യാപിറ്റലിൻ്റെ ആവശ്യമൊന്നുമില്ല, ക്യാൻ ഗീവ് ലോൺ ടു ഡയറക്ടേഴ്സിന് ലോൺ കാര്യങ്ങൾ കിട്ടും, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ ആവശ്യമില്ല, ക്യാൻ ഹോൾഡ് മീറ്റിംഗ്സ് വിത്ത് ജസ്റ്റ് 2 ഡയറക്ടേഴ്സ് മാത്രം ഉണ്ടെങ്കിൽ മീറ്റിംഗ് ഒക്കെ നമുക്ക് കൂടാൻ പറ്റും. നോ നീഡ് ടു ഫയൽ എവറി ഡിസിഷൻസ് വിത്ത് ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് എല്ലാ ഡിസിഷൻസും ഫയൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെയുള്ള എന്താ പറയുക പ്രിവിലേജസ് നമ്മുടെ പ്രൈവറ്റ് കമ്പനിക്ക് ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് കമ്പനി എന്താണെന്ന് എഴുതിയിട്ട് വേണം അതിൻ്റെ ഇതൊക്കെ എഴുതാനായിട്ട്. ഇത് കുറച്ചും കൂടി എക്സ്പാൻഡ് ഒക്കെ എഴുതാൻ നിങ്ങൾ എസ് ഐക്ക് വരുമ്പോൾ.
ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫോർമേഷൻ ഓഫ് കമ്പനി എന്നാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്. 3 സ്റ്റേജസ് ആണ് കമ്പനി ഫോർമേഷൻ ഉള്ളത്. ഫസ്റ്റ് വൺ പ്രൊമോഷൻ, ദെൻ രജിസ്ട്രേഷൻ ആൻഡ് ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ് ഓഫ് ദി ബിസിനസ്. ഈ 3 സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് ഒരു കമ്പനി നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊമോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ആദ്യത്തെ സ്റ്റേജാണ്. ഒരു ഐഡിയ കൊണ്ടുവന്ന് അതിനെ റിയാലിറ്റിയിലോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഐഡിയ കൊണ്ടുവരുന്ന ആളെയാണ് നമ്മൾ പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഷോർട്ടസ്റ്റ് ഏരിയ ആണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ് എന്ന് വെച്ചാൽ അത് അവരവരുടെ ജോലിയായിട്ട് ഇങ്ങനെ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നത് അവരുടെ ജോലിയായിട്ട് കാണുന്ന പ്രൊമോട്ടേഴ്സാണ് പ്രൊഫഷണൽ പ്രൊമോട്ടേഴ്സ്. അങ്ങനെ വല്ലപ്പോഴും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഐഡിയ പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സാണ് ഒക്കേഷണൽ പ്രൊമോട്ടേഴ്സ്. ദെൻ ഐഡിയ പറഞ്ഞു കൊടുത്ത് ആ കമ്പനിയുടെ ഭാഗമായിട്ട് മാറുന്ന പ്രൊമോട്ടേഴ്സാണ് ഓൺട്രപ്രണർ പ്രൊമോട്ടേഴ്സ്. ദെൻ ആ ഒരു കമ്പനിയുടെ ഭാഗമാവുകയും കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ പർച്ചേസ് ചെയ്യും, പിന്നീട് അത് വിൽക്കുകയും വാങ്ങിയും അങ്ങനെ ഒരു പണത്തിന്റെ ഇടപാടുകളും കൂടി നടത്തുന്ന പ്രൊമോട്ടേഴ്സാണ് ഫിനാൻഷ്യൽ പ്രൊമോട്ടേഴ്സ് കേട്ടോ. അപ്പൊ പ്രൊമോട്ടേഴ്സ് ആരാണ്, അവരുടെ ടൈപ്സ് ചോദിക്കാം, ഫങ്ഷൻസ് ഉണ്ട്, അവരുടെ അത് കൃത്യമായിട്ട് അവർ എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മെർച്ചന്റ് ബാങ്കേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്, ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റിസോഴ്സസ് കണ്ടെത്തി കൊടുക്കുന്നുണ്ട്, ഐഡിയ കൊടുക്കുന്നുണ്ട്, ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കമ്പനിക്ക് പേരിട്ട് കൊടുക്കുന്നുണ്ട്, ബ്രോക്കേഴ്സ് അണ്ടർ റൈറ്റേഴ്സിനൊക്കെ അപ്പോയിന്റ് ചെയ്ത് വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ തുടക്ക കാലഘട്ടത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ പ്രൊമോട്ടേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടീസ്, ഫങ്ഷൻസ്, ലൈബിലിറ്റീസ് ഒക്കെ ചോദിക്കാം. ദെൻ പ്രൊമോട്ടേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷന്റെ കാര്യം ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെക്കുക. ലീഗൽ പൊസിഷൻ ഓഫ് ദ പ്രൊമോട്ടേഴ്സ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ പ്രൊമോട്ടേഴ്സിന്റെ ഏരിയ വളരെ വൈഡാണ്. അത് ഏത് വേണമെങ്കിലും നമ്മുടെ അടുത്ത് 2 മാർക്കിനും ഷോർട്ടസേക്കിനും ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. പ്രൊമോട്ടർ ആരാണ്, ടൈപ്സ്, ആളുടെ ലൈബിലിറ്റി, ആളുടെ റെമ്യൂണറേഷൻ, ദെൻ ആളുടെ ഡ്യൂട്ടീസ്, റൈറ്റ്സ് ഒക്കെ. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പാണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ വലിയൊരു ഏരിയ കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പാണ് രജിസ്ട്രേഷൻ ഓർ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. പബ്ലിക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, 1 പേഴ്സൺ കമ്പനി ആയിട്ടും രജിസ്റ്റർ ചെയ്യാം. അതേപോലെ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിട്ടും അൺലിമിറ്റഡ് കമ്പനി ആയിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിലിമിനറി കോൺട്രാക്ട്സ് ആൻഡ് പ്രൊവിഷണൽ കോൺട്രാക്ട്. പ്രിലിമിനറി കോൺട്രാക്റ്റും പ്രൊവിഷണൽ കോൺട്രാക്റ്റും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. പ്രിലിമിനറി കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് പകരം പ്രൊമോട്ടേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന കോൺട്രാക്ട്സ് ആണ് പ്രിലിമിനറി കോൺട്രാക്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കോൺട്രാക്ട് നമുക്കറിയാം 3 സ്റ്റെപ്പാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതേപോലെ ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ട്, പിന്നെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അങ്ങനെ 3 സ്റ്റെപ്പാണുള്ളത്. അപ്പോൾ പ്രൊമോഷൻ കഴിഞ്ഞു, ഇൻകോർപ്പറേഷൻ ആയിട്ടില്ല. അപ്പോൾ ഇതിന് തൊട്ട് മുന്നായിട്ട് ഈ പ്രൊമോഷൻ്റെയും ഇൻകോർപ്പറേഷൻ്റെയും ഇടയിലായിട്ട് നമുക്ക് പല കോൺട്രാക്ട്സും ഒപ്പുവെക്കേണ്ടി വരും. അതിനെയാണ് പ്രിലിമിനറി കോൺട്രാക്ട് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പ്രൊമോട്ടേഴ്സ് സൈൻ എ ലീസ് എഗ്രിമെന്റ് ഫോർ ഓഫീസ് സ്പേസ്. ഇപ്പം നമ്മളൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ആവുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ഓഫീസ് സ്പേസ് ഒക്കെ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഈ ഇൻകോർപ്പറേഷന് മുന്നല്ലേ നമ്മൾ ഈ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള കോൺട്രാക്റ്റിനെയാണ് പ്രിലിമിനറി കോൺട്രാക്ട്സ് എന്ന് പറയാം. ഇനി പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇറ്റ്സ് ഇൻകോർപ്പറേഷൻ ആണ്. ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു എന്നാൽ കമൻസ്മെന്റ് ആയിട്ടും ഇല്ല. ഈ ഒരു സമയത്ത് തുടങ്ങുന്നത്, ഈ ഒരു സമയത്തെ കോൺട്രാക്റ്റുകളെയാണ് പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് നമ്മൾ കമ്പനി തുടങ്ങി, അതാണ് ഇൻകോർപ്പറേഷൻ. തുടങ്ങിയതിന് ശേഷം നമുക്കൊരു മെഷീനൊക്കെ വാങ്ങണ്ടേ, മെഷീനറി ഒക്കെ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കേണ്ടി വരും. അപ്പോൾ അതാണ് പ്രൊവിഷണൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊമോഷൻ കഴിഞ്ഞു, ഇൻകോർപ്പറേഷന് തൊട്ട് മുന്നായിട്ട് ഉള്ള കോൺട്രാക്റ്റുകൾ പ്രിലിമിനറി കോൺട്രാക്റ്റും, ഇൻകോർപ്പറേഷൻ കഴിഞ്ഞു എന്നാൽ കമൻസ്മെന്റിന് തൊട്ട് മുന്നായിട്ട് നടത്തുന്ന കോൺട്രാക്റ്റുകൾ പ്രൊവിഷണൽ കോൺട്രാക്ട്സും ആണ്. അപ്പം അത് ചോദിക്കാം കേട്ടോ. പിന്നെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് 2 മാർക്കിന് ചോദിക്കാം. നമ്മൾ ജനങ്ങളിൽ നിന്ന് ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്ത് എടുക്കുന്നതാണ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ. ദെൻ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, ഇൻകോർപ്പറേറ്റ് ചെയ്തോളൂ, നമ്മുടെ കമ്പനി തുടങ്ങിക്കോളൂ, ഓക്കെ ആണ് എന്ന് പറഞ്ഞ് ലൈസൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സർട്ടിഫിക്കറ്റ് തരും. ഇതിന്റെ പേര് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നുള്ളതാണ്. ദെൻ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും.
മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഡോക്യുമെന്റ്സിൽ ഏറ്റവും ഫസ്റ്റ് ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. നമ്മുടെ കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള റൂൾസ് റെഗുലേഷൻസ് ഒക്കെയാണ് അതിൽ നമ്മൾ എഴുതി ചേർത്തുണ്ടാവുക. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണം? കണ്ടന്റ്സ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ഷോർട്ട് എസ്സേ ചോദിക്കാം, എസ്സേ ചോദിക്കാം. നെയിം ക്ലോസ് വേണം, കമ്പനിയുടെ പേര്. ദെൻ സിറ്റുവേഷൻ ഓർ ഓഫീസ് ക്ലോസിൽ കമ്പനിയുടെ ഓഫീസ് അഡ്രസ്സ്. അടുത്തത് ഒബ്ജക്റ്റ് ക്ലോസിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, ലൈബിലിറ്റി ക്ലോസിൽ കമ്പനിയുടെ ലൈബിലിറ്റീസ്, ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനിയുടെ ക്യാപിറ്റലിന്റെ ഇൻഫോർമേഷൻസ്, അസോസിയേഷൻ ക്ലോസിൽ നമ്മുടെ സിഗ്നേച്ചർ ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് ഒക്കെയാണ് നമ്മൾ അതിൽ ചേർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്നാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. കണ്ടന്റ്സ് നമ്മളോട് ഷോർട്ട് എസ്സേ ചോദിക്കുക കേട്ടോ. then അടുത്തത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ആണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ എങ്ങനെ ഒരു കമ്പനി പ്രവർത്തിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ചേർത്തിട്ടുണ്ടാവുക. അപ്പം അതിൻ്റെ എന്തൊക്കെയാണ് അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരു 25 കാര്യങ്ങൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ 25 പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10-15 എണ്ണെങ്കിലും പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലതാണ്. നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലുള്ള കണ്ടന്റുകൾ കേട്ടോ. ഷെയർസിനെ കുറിച്ച്, ക്യാപിറ്റലിനെ കുറിച്ച്, പേയ്മെന്റ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷനെ കുറിച്ച്, ഷെയർ ഹോൾഡേഴ്സിനെ കുറിച്ച്, ട്രാൻസ്ഫർ ഓഫ് ഷെയർ, ട്രാൻസ്മിഷൻ ഓഫ് ഷെയർ, ഫോർഫീച്ചർ ഓഫ് ഷെയർ, ദെൻ നമ്മൾ ക്യാപിറ്റലിൽ വരുത്തുന്ന ഓൾട്രേഷൻസ്, ബൈബാക്ക് ഷെയർ, മീറ്റിംഗ്സിന്റെ കാര്യങ്ങൾ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കാര്യങ്ങൾ, കമ്പനി സീലിനെ കുറിച്ച്, ഡിവിഡൻഡിനെ പറ്റി, വൈൻഡിങ് അപ്പിനെ പറ്റി, ദെൻ ഇൻഡംനിറ്റി ഓഫ് ദ ഓഫീസേഴ്സ്, അങ്ങനെ ഒരു കമ്പനി റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ളതാണ് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ 25 കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടന്റ് മാത്രമായിട്ട് ചോദിക്കാം ഷോർട്ട് എസ്സേക്കൊക്കെ. അപ്പോൾ ഒരു 10-15 ഉണ്ടെങ്കിൽ ഇത് സിമ്പിളാണ് ഇടാ. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചോളൂ കേട്ടോ. ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും ഡിഫറൻസ് മാത്രമായിട്ട് നമ്മളോട് ഷോർട്ട് എസ്സേക്കോ എസ്സേക്കോ ചോദിക്കാം. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. കമ്പനിയുടെ പർപ്പസ് ആണ് അതിൽ എഴുതി ചേർത്തിട്ടുള്ളത്. പക്ഷേ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ. മെമ്മോറാണ്ടത്തിൽ എന്തിന് ഈ കമ്പനി പ്രവർത്തിക്കുന്നു, ഞാൻ നേരത്തെ റൂൾസ് എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്തിന് ഈ കമ്പനി പ്രവർത്തിക്കുന്നു എന്നാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ആ കമ്പനി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇതിൽ മെമ്മോറാണ്ടത്തിൽ ഒബ്ജക്റ്റീവ്സും പവേഴ്സും ആണെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. ദെൻ നമ്മുടെ ഏറ്റവും മുകളിൽ കമ്പനീസ് ആക്ട് ആണ്. കമ്പനീസ് ആക്ടിന് താഴെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന് താഴെയാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുക കമ്പനീസ് ആക്ട് പ്രകാരമാണ്. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പ്രിപ്പയർ ചെയ്യുക മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ പ്രകാരമാണ്. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഡിഫറൻസുകൾ വരുന്നുണ്ട് ഇതിൽ, കൃത്യമായിട്ട് അത് നന്നായിട്ട് പഠിക്കട്ടോ. സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വീഡിയോ കണ്ടിട്ട്. ഇനി ഇതിൽ നിങ്ങൾ 2 മാർക്കിന് നോക്കേണ്ട കാര്യം എന്താണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ അൾട്രയുടെ മീനിങ് എന്താ പറയുക, ബിയോണ്ട് എന്നുള്ളതും വൈറസിന്റെ മീനിങ് പവേഴ്സ് എന്നുള്ളതാണ്. വൈറസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക, VIRES ആണ്. അപ്പോൾ ബിയോണ്ട് ദി പവേഴ്സ്, അതായത് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലും കമ്പനീസ് ആക്ടിലും പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കാൻ പാടും. അതിനപ്പുറത്തേക്ക് നമ്മുടെ തോന്നിവാസം കാട്ടിക്കഴിഞ്ഞാൽ അതെന്താണ്, വോയിഡ് ആണ്, ഇല്ലീഗൽ ആണ്. അതാണ് അൾട്രാ വൈറസ്, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനീസ് ആക്ടിന് വിപരീതമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താ, അൾട്രാ വൈറസ്. ദി കമ്പനീസ് ആക്ട് മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്നേക്കാളും പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ്. ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. ഇനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ്. ദി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അതിനാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് വിളിക്കുന്നത്. അടുത്തൊരു 2 മാർക്ക് ടേം ആണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് ഓഫ് ആർട്ടിക്കിൾസ് ആൻഡ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുമായിട്ട് നമ്മൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ആ കമ്പനിയുടെ എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും നമ്മൾ വായിച്ചിട്ടുണ്ടായിരിക്കണം. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാനോ കാര്യങ്ങളൊക്കെ എല്ലാതും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അതിനുള്ള ഒരു എക്സംഷൻ ആണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ടേമിലും അപ്പോൾ എല്ലാതും കൃത്യമായിട്ട് വായിച്ച് നോക്കണം എന്ന് പറയുന്നതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം പോയിട്ട് നമുക്ക് വായിച്ചു നോക്കാനായിട്ട് പറ്റില്ല. അവർ നല്ല രീതിക്കാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്താൽ മതി. അല്ലാതെ എല്ലാം പോയിട്ട് നമ്മൾ വായിച്ചു നോക്കേണ്ട കാര്യമില്ല. നമുക്കത് അസ്യൂം ചെയ്യാം, അവർ നല്ല കമ്പനിയാണ്. അല്ലാതെ നമ്മൾ അവരുടെ പോയിട്ട് ആർട്ടിക്കിളും മെമ്മോറാണ്ടം ഇരുന്നൊന്നും തപ്പിപ്പിറക്കി വായിക്കാൻ നിൽക്കണ്ട എന്ന് പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്.
അങ്ങനെ വായിക്കണം എന്ന് പറയുന്നതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഈ ഡോക്ട്രിൻ എന്നുള്ള 2 ടേം ഇപ്പോൾ വന്നു, ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസും ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റും. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ബിയോണ്ട് ദി പവർ. അതിൽ ഈ 3 കാര്യങ്ങൾ, കമ്പനീസ് ആക്ട്, മെമ്മോറാണ്ടം, ആർട്ടിക്കിൾ, ഈ 3 ഡോക്യുമെന്റ്സിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇല്ലീഗലാണ്, വോയിഡ് ആണ് എന്ന് പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, അങ്ങനെ ഒരു കമ്പനിയുടെ എല്ലാ ലീഗൽ ഡോക്യുമെന്റ്സും നമ്മൾ വായിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അങ്ങനെ വായിച്ച് മനസ്സിലാക്കണ്ട, അവർ ബെറ്റർ ആണ് എന്ന് അസ്യൂം ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഇനി തെറ്റിക്കരുത്. ദെൻ എന്താണ് പ്രോസ്പെക്ടസ്? പ്രോസ്പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയുടെ ഷെയർസ് ഒക്കെ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷൻ പോലെയാണ് പ്രോസ്പെക്ടസ്. കമ്പനിയുടെ ഷെയറിന്റെ കാര്യങ്ങൾ, ഇത്ര ഷെയർ ഇന്ന രൂപയ്ക്ക് ഇത്ര എന്താ പറയുക ആളുകളിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അതിനും ഡിഫറെൻറ്റ് ടൈപ്സ് വരുന്നുണ്ട്. ഡീംഡ് പ്രോസ്പെക്ടസ് ഉണ്ട്, അതായത് നമ്മൾ കമ്പനി ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡീംഡ്. ഡയറക്റ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്യാതെ ഒരു ഇഷ്യൂയിങ് ഹൗസിനെ വെച്ചുകൊണ്ട് ഒരു ഇടനിലക്കാരനെ വിളിക്കുന്ന പേരാണ് ഇഷ്യൂ ഹൗസ്. ഇഷ്യൂ ഹൗസ് എന്താന്ന് 2 മാർക്കിന് ചോദിക്കുക കേട്ടോ. കമ്പനി ജനങ്ങളിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു മീഡിയേറ്ററിനെ വെക്കുന്ന ആളെ പറയുന്ന പേരാണ് ഇഷ്യൂ ഹൗസ്. അങ്ങനെ ഇഷ്യൂ ഹൗസ് ത്രൂ പ്രോസ്പെക്ടസ് ഇറക്കുന്നതാണ് ഡീംഡ് പ്രോസ്പെക്ടസ്. ദെൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തുന്നതിനെയാണ് അഡ്വർടൈസ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ് എന്ന് വിളിക്കുന്നത്. ദെൻ നമ്മൾ എപ്പോഴെപ്പോഴും ഓരോന്ന് സെപ്പറേറ്റ് അടിച്ചിറക്കാതെ ഒരെണ്ണം അടിച്ചിറക്കിയിട്ട് നമ്മളത് സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ അതിന്റെ കോപ്പി നമ്മൾ പുറത്തിറക്കുള്ളൂ. അതാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസൻറ്റ് കണ്ടെയ്ൻ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ. അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. കുറച്ച് ഷെയർസ് ഉണ്ട്, വാങ്ങുന്നുണ്ടോ അങ്ങനെ ചോദിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ, കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രമായി ഇറക്കുന്നതാണ് അബ്രിജ്ഡ് പ്രോസ്പെക്ടസ്. ഇനി പ്രോസ്പെക്ടസിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ കമ്പനിയുടെ പേര്, ഇഷ്യൂ ഡീറ്റെയിൽസ്, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്, ബിസിനസ് ഡീറ്റെയിൽസ്, മാനേജ്മെന്റ് ഡീറ്റെയിൽസ് എല്ലാം പ്രോസ്പെക്ടസിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് ഇസ് എ ഡോക്യുമെന്റ് സിമിലർ ടു പ്രോസ്പെക്ടസ് ബട്ട് വിതൗട്ട് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ദ കമ്പനീസ് ഷെയർ. അതായത് നേരിട്ട് ജനങ്ങളിലേക്ക് കൊടുക്കാതെ, ഇവിടെ കുറേ പേരുണ്ട്, അപ്പൊ ജനങ്ങളിലേക്ക് നേരിട്ട് കൊടുക്കാതെ അവർ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളിലേക്ക് മാത്രം കൊടുക്കും. പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതിന് പകരം പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് പേരിലേക്ക് മാത്രം പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ഷെയർസ് കളക്ട് ചെയ്യുന്നതിനെയാണ്, ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനെയാണ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu ഓഫ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് പ്രൊമോഷൻ, ഹൂ ഈസ് എ പ്രൊമോട്ടർ, പ്രൊമോട്ടറിന്റെ 2 ലൈബിലിറ്റി ചോദിച്ചിട്ടുണ്ട്, ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് നെയിം ക്ലോസ്, എന്താണ് പെനാൽറ്റി എന്ന് ചോദിച്ചിട്ടുണ്ട്. പെനാൽറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതിന് വിപരീതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്, ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, പ്രോസ്പെക്ടസ്, മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്. അതായത് നമ്മൾ പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം, തെറ്റായിട്ടുള്ളതൊന്നും അതിൽ വരാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഷെയറിന്റെ ഇഷ്യൂസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിനെയാണ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ് എന്ന് പറയുക. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സ്റ്റേറ്റ്മെന്റ് ഇൻ ലിeu. പിന്നെ AOAയും MOAയും തമ്മിലുള്ള വ്യത്യാസം, അതായത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും തമ്മിലുള്ള വ്യത്യാസം. പ്രോസ്പെക്ടസിന്റെ ടൈപ്സ് ചോദിച്ചിട്ടുണ്ട്. 3 സ്റ്റേജസ് ഓഫ് ഫോർമേഷൻ ഓഫ് കമ്പനി, പ്രൊമോഷൻ, ഇൻകോർപ്പറേഷൻ, കമൻസ്മെന്റ്. ടൈപ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഡ്യൂട്ടീസ് ഓഫ് പ്രൊമോട്ടേഴ്സ്, മെയിൻ കണ്ടന്റ്സ് ഇൻ പ്രോസ്പെക്ടസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ എസ്സേക്കും 2 ചോദ്യങ്ങൾ കേട്ടോ. ഡോക്യുമെന്റ്സും 3 ഡോക്യുമെന്റ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, പ്രോസ്പെക്ടസ്. ഇത് 3 കമ്പനിയുടെ ലീഗൽ 3 ഡോക്യുമെന്റ്സ് കേട്ടോ. കണ്ടന്റ്സ് ചോദിച്ചിട്ടുണ്ട് എസ്സേക്ക് കേട്ടോ. ഇനി തേർഡ് ചാപ്റ്ററിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ഷെയർ ക്യാപിറ്റൽ, എന്താണ് ഷെയർ, ആരാണ് ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിക്ക് 1 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിന് കുഞ്ഞു പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഈ ഷെയർസ് നമ്മൾ പബ്ലിക്കിലോട്ട് ഇഷ്യൂ ചെയ്യാണ്. ഇവിടെ ഒരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനിയുടെ 100 ഷെയർസ്, ഒരു ഷെയറിന് 1000 രൂപ വെച്ചിട്ട് 100 ഷെയർസ് അവൈലബിൾ ആണ് എന്ന് പറയുന്നു. അപ്പൊ ഈ 100 ഷെയർസ് 1000 രൂപ വെച്ച് ആൾക്കാർ വാങ്ങിക്കഴിഞ്ഞാൽ അത് എത്രയും നമുക്ക് കിട്ടാനുള്ള 1 ലക്ഷം രൂപയായി. അപ്പൊ ഇതിനെ ഇങ്ങനെ കുഞ്ഞു പോർഷൻസ് ആക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഷെയർസ് എന്ന് പറയാ. അത് വാങ്ങുന്ന ആളെയാണ് ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത്. ഇക്വിറ്റി ഷെയർസ് ആണ് നമ്മൾ പബ്ലിഷ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ആൾക്കാർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. പ്രിഫറൻസ് ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്തെന്നുണ്ടെങ്കിൽ അത് വാങ്ങുന്ന ആൾക്കാർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്ക് കുറച്ച് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് എന്നറിയപ്പെടുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവർക്കാണ് വോട്ടിങ്ങിലൊക്കെ റൈറ്റ് ഉണ്ടാവും.
ഇനി അപ്പോൾ ഷെയർ എന്താണ്? ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇതിൽ നിന്ന് മൊത്തമായിട്ട് കിട്ടുന്ന ഒരു ക്യാപിറ്റലാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റോക്ക്, കുറച്ച് ഷെയർസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം 1/1 ആയിട്ടുള്ളത് ഷെയർ ആണ്, അതിന്റെ കൂട്ടത്തെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് ഷെയർസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/1 ആയിട്ട് 2 മാർക്കിനും മൊത്തമായിട്ട് ഷോർട്ട് എസ്സേക്കും ചോദിക്കാം. ടൈപ്സ് ചോദിക്കുന്ന സമയത്ത് ഒരു കമ്പനിക്ക് ജനങ്ങളിലേക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം ഷെയറിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ഓതറൈസ്ഡ് അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. ദെൻ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ അതിൽ നിന്ന് എത്രയാണ് അവർ ഇഷ്യൂ ചെയ്തത്. ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ആ കമ്പനിക്ക് 80,000 ഇപ്പം മതി. അപ്പോൾ 80,000 ആണ് അവർ അതിൽ നിന്ന് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അതിൽ നിന്ന് ജനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെടുത്ത ക്യാപിറ്റലാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ആ സബ്സ്ക്രൈബ് ചെയ്തതിൽ നിന്നും അവർ കോളപ്പ് ചെയ്തെടുത്ത ക്യാപിറ്റലാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. കോളപ്പ് ചെയ്തെടുക്കാത്തത് അൺകോൾഡ് ക്യാപിറ്റലാണ്. ദെൻ അതിൽ നിന്ന് അവർ പേ ചെയ്തത്, കോൾ ചെയ്തതിൽ നിന്നും പേയ്മെന്റ് തന്നതിനെയാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. പേയ്മെന്റ് തരാത്തത് അൺപെയ്ഡ് ഷെയർ ക്യാപിറ്റലാണ്. ദെൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇവർ മാറ്റി വെക്കുന്നതിനെയാണ് റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുക. ഇത് ഓർഡറിൽ തന്നെ ടൈപ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതണം കേട്ടോ. എക്സാമ്പിൾ ഞാനിവിടെ ബ്ലൂ ബോക്സിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 3rd ചാപ്റ്ററിന്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ പഠിക്കുക. ദെൻ എന്താണ് ഡിവിഡൻഡ്? ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതിനെയാണ് ഷെയർ ഹോൾഡേഴ്സിന് നമ്മുടെ ഷെയർ വാങ്ങിയതിന് തിരിച്ച് നമ്മളൊരു ഇൻട്രസ്റ്റ് കൊടുക്കൂലേ, അതിനാണ് ഡിവിഡൻഡ് എന്ന് പറയുക. ദെൻ ഇക്വിറ്റി ഷെയർസ് കൊടുത്തുകൊണ്ട് നമ്മൾ റേസ് ചെയ്ത ക്യാപിറ്റലാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക. അതിൻ്റെ ഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേര് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ മെറിറ്റ്സ്, ദെൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്താണ്, അവരുടെ മെറിറ്റ്സ്, ദെൻ അവരുടെ ഡിഫറൻസ്, ഇക്വിറ്റിയും പ്രിഫറൻസും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. ഇനി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ തന്നെ കുറേ ടൈപ്സ് വരുന്നുണ്ട്. ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഈ വർഷം നമ്മൾ അവർക്ക് ഡിവിഡൻഡ് കൊടുത്തില്ല, അപ്പോൾ അടുത്ത കൊല്ലം നമ്മൾ കൊടുക്കുമ്പോൾ ഈ കൊല്ലത്തെയും കൂടി കൂട്ടി കൊടുക്കണം. അതാണ് ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ കൂട്ടിയൊന്നും കൊടുക്കണ്ട. ഈ കൊല്ലത്തെ കൊടുത്തില്ലെങ്കിൽ ഓക്കെ വേണ്ട, അടുത്ത കൊല്ലത്തെ കൊടുത്താൽ മതി. അങ്ങനെയുള്ളതാണ് നോൺ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ. ദെൻ ഷെയർ ഹോൾഡേഴ്സിന് ഒരു സർപ്ലസിൽ, അതായത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടായി, അപ്പോൾ അത് പങ്കെടുക്കാൻ സാധിക്കുന്നത് തന്നെയാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ സർപ്ലസ് പ്രോഫിറ്റിൽ പങ്കെടുക്കാൻ പറ്റാത്തത് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. ദെൻ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തത് നോൺ കൺവേർട്ടബിൾ ആണ്. ഇനി കമ്പനിക്ക് അത് തിരിച്ചു വാങ്ങാം, അതിനാണ് റെഡീമബിൾ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ തിരിച്ചു വാങ്ങാൻ പറ്റുന്നത് റെഡീമബിൾ പ്രിഫറൻസ് ഷെയറും തിരിച്ചു വാങ്ങാൻ പറ്റാത്തത് ഇറെഡീമബിളും ആണ്. ദെൻ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വീണ്ടും പ്രോസ്പെക്ടസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രോസ്പെക്ടസിന്റെ പ്രൊസീജിയർ, സെബി ഗൈഡ് ലൈൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. പിന്നെ എന്താണ് ESOP? ESOP എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ആണ്. അതായത് മുന്നേ കൂട്ടി നിശ്ചയിച്ച ഒരു വില, അതിനാണ് സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എക്സസൈസ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ മുന്നേ കൂട്ടി നിശ്ചയിച്ച ഒരു തുകയ്ക്ക് നമ്മൾ എംപ്ലോയീസിന് ഷെയർ കൊടുക്കുകയാണ് നമ്മൾ. നിങ്ങൾക്ക് ഷെയർ വേണോ, നിങ്ങൾക്ക് ഷെയർ വാങ്ങാനുള്ള ഒരു റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ. ദ ഗ്രാൻസ് എംപ്ലോയീസ് ദ റൈറ്റ് ടു പർച്ചേസ് എ സർട്ടൻ നമ്പർ ഓഫ് കമ്പനി ഷെയർ പ്രീ ഡിറ്റർമൈൻഡ് പ്രൈസിൽ, മുന്നേ കൂട്ടി നിശ്ചയിച്ച പ്രൈസിൽ എംപ്ലോയീസിന് ഷെയർ വാങ്ങാനുള്ള ഒരു റൈറ്റ് കൊടുക്കുന്നതിനെയാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൽ ടൈപ്പ് വരുന്നുണ്ട്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം, എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് പ്ലാൻ, ഷെയർ അപ്രിസിയേഷൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് വരുന്നുണ്ട്. ഇനി എന്താണ് ബുക്ക് ബിൽഡിംഗ്? ബുക്ക് ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേലം വിളിച്ചുകൊണ്ട് ഷെയറിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനെയാണ് ബുക്ക് ബിൽഡിംഗ് എന്ന് വിളിക്കുക. ബിഡ് എന്നാണ് ലേലം വിളിക്കുന്നതിന്റെ ഇംഗ്ലീഷ് കേട്ടോ. പിന്നെ അണ്ടർ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറമേയുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മുടെ കമ്പനിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയുവാണ്, നിങ്ങളുടെ ഷെയർസ് ഞങ്ങൾ വിറ്റ് തരാം, ഇത്രയും ഷെയർസ് ഞങ്ങൾ വിറ്റ് തരാം എന്ന് പുറമേയുള്ള ഒരു ഓർഗനൈസേഷൻ നമുക്ക് ഗ്യാരണ്ടി ചെയ്യുന്നതിനെയാണ് അണ്ടർ റൈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇനിയിപ്പോൾ അത് വിറ്റ് പോയില്ലെങ്കിൽ അവർ തന്നെ പൈസ എടുത്തിട്ട്, ആ കമ്പനി തന്നെ പൈസ എടുത്തിട്ട് ഷെയർ വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെ പറയുന്നതാണ് അണ്ടർ റൈറ്റിംഗ്. അതിന് കൊടുക്കുന്ന ഒരു ഫീ, അണ്ടർ റൈറ്റർക്ക് കൊടുക്കുന്ന ഫീ ആണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി ഇടനിലക്കാർക്ക് കൊടുക്കുന്ന ഫീസാണ് ബ്രോക്കറേജ് എന്ന് പറയുന്നത്. ഇനി ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂസ് അറ്റ് പാർ ഉണ്ട്, ഇഷ്യൂസ് അറ്റ് പ്രീമിയം ഉണ്ട്, ഇഷ്യൂസ് അറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിന്റെ വാല്യൂ 10 രൂപയാണെങ്കിൽ, നിങ്ങൾ അക്കൗണ്ടൻസിയിൽ പഠിച്ചിട്ടുണ്ടാവും, 10 രൂപയാണെങ്കിൽ 10 രൂപയ്ക്ക് തന്നെ ഇഷ്യൂ ചെയ്യുന്നതാണ് ഇഷ്യൂസ് അറ്റ് പാർ. 10 രൂപയാണ് ഷെയറിന്റെ വില. അത്
12 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് പ്രീമിയം. ദെൻ ഷെയറിന്റെ വില 10 രൂപ, അത് 8 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് ഡിസ്കൗണ്ട്. അങ്ങനെ ഒരുപാട് ഡിസ്കൗണ്ടിൽ നമ്മൾ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് പണിഷ്മെന്റ് ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിൽ കുറച്ചും കൂടി ഒരു 2 മാർക്ക് സാധനങ്ങളുണ്ട്. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്? നമ്മൾ എംപ്ലോയീസിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഷെയർസ് ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. അവരുടെ ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായി പണിയെടുത്തതിന് ഇന്ന ഒരു ഷെയർ, അങ്ങനെ പറയുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. ഇനി ബോണസ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ഓഫ് കോസ്റ്റിന് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഷെയർസ് ആണ് ബോണസ് ഷെയർ എന്ന് പറയുന്നത്. ഇനി കോൾസ് ഓൺ ഷെയർസ് ഉണ്ട്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത ഷെയറിന്റെ മേലെ നമുക്ക് കിട്ടുന്ന കോൾസ്, ദാറ്റ് മീൻസ് ഒരു പേയ്മെന്റിനെയാണ് കോൾസ് ഓൺ ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഇനി സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷെയർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഷെയർ ഹോൾഡർ തിരിച്ചു കൊണ്ടുതരികയാണ്. വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുക. ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷെയർ ക്യാൻസൽ ചെയ്യും. അതിനെയാണ് ഫോർഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുക. ഇനി ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് മേലെ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ്, ഷെയറിന്റെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഷെയർ. ദെൻ ഷെയർ വാറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഷെയർ ഹോൾഡർക്ക് കൊടുക്കുന്നതാണ്. ഇനിയും പർച്ചേസ് ചെയ്യാം, നിങ്ങൾക്ക് ഷെയർ ഇന്ന പ്രൈസിന് പർച്ചേസ് ചെയ്യാം എന്നുള്ളൊരു റൈറ്റ് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഷെയർ വാറന്റ്. ഇനി ട്രാൻസ്ഫർ ഓഫ് ഷെയർ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ഷെയർ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ദെൻ ഫോർജ്ഡ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ, ഫോർജ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തരം എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കള്ളൊപ്പൊക്കെ ഇട്ടിട്ടോ കള്ളത്തരം കാട്ടിയിട്ടോ നമ്മൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫോർജ്ഡ് ട്രാൻസ്ഫർ. ഇനി ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർക്ക് തന്നെ ഡീറ്റെയിൽസ് എഴുതി ചേർക്കാം. ബ്ലാങ്ക് ഫോമാണ്, അവർക്ക് തന്നെ ഡീറ്റെയിൽസ് എഴുതി ചേർക്കാനുള്ള ഒരു ട്രാൻസ്ഫർ ആണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ് ഉണ്ട്. അതായത് ആളുടെ മരണം മൂലോ എന്തെങ്കിലും ഒരു ഇൻസാനിറ്റി മൂലോ വേറൊരാളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഷെയർ കൈമാറ്റം ചെയ്യപ്പെടുകയാണെങ്കിൽ അതാണ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്. ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള 2 മാർക്ക് ടേംസ് ആണ് ഇതൊക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറൻസ് ആയിട്ട് നമ്മളെടുത്ത് ചോദിക്കാം. പിന്നെ അടുത്തത് ലീൻ ഓൺ ഷെയർ ഉണ്ട്. ലീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷെയർ ഹോൾഡർ ഷെയർ വാങ്ങിച്ചുകൊണ്ട് പോയി, പൈസ തന്നിട്ടില്ല, അപ്പോൾ പൈസ തരുന്നത് വരെ അത് കൈവശം വെക്കാനുള്ള കമ്പനിയുടെ അവകാശമുണ്ട്. അതിനെയാണ് ലീൻ ഓൺ ഷെയർ എന്ന് പറയുന്നത്. പിന്നെ ഡീമെറ്റീരിയലൈസേഷൻ ആൻഡ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് വരാം. ഷെയറിനെ നമ്മുടെ ഫിസിക്കലിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നത്, ഫിസിക്കൽ ഫോമിൽ നിന്നും ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതാണ് ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ്. ഇനി നേരെ തിരിച്ച് ഇലക്ട്രോണിക്കിൽ നിന്നും ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്നതാണ് റീമെറ്റീരിയലൈസേഷൻ ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഉണ്ട്. കമ്പനി പ്രോഫിറ്റ് ഷെയർസിലേക്ക് മാറ്റുന്നതിനെയാണ് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് വിളിക്കുക. ദെൻ ഡീമാറ്റിംഗ് ഓഫ് ഷെയർസ്, നമ്മൾ നേരത്തെ പറഞ്ഞു ഫിസിക്കലിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നതാണ് ഡീമാറ്റിംഗ് അല്ലെങ്കിൽ ഡീമെറ്റീരിയലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഒന്ന് നിങ്ങൾ പഠിച്ചോളൂ കേട്ടോ. ഞാൻ 3rd ചാപ്റ്ററിൽ അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ സ്പ്ലിറ്റിംഗ് ഓഫ് ഷെയർ, അതായത് ഒരു ഷെയറിന് 10 രൂപയായിരുന്നു, അതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. എങ്ങനെ? ഒരു ഷെയറിന് 1 രൂപ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് ഷെയറിന്റെ എമൗണ്ട് കുറച്ചുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് സ്പ്ലിറ്റിംഗ് ഓഫ് ഷെയർസ് എന്ന് വിളിക്കുക. ദെൻ റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെന്റ് ഉണ്ട്. അതായത് റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ഗിവിംഗ് അപ്പ് ഓർ റിനൗൺസിങ് ദ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്. അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഗിവ് അപ്പ് ചെയ്യാണ്, വേണ്ട, അലോട്ട് ചെയ്ത ഷെയർസ് വേണ്ട എന്ന് പറയുന്നതാണ് റിനൗൺസിയേഷൻ ഓഫ് അലോട്ട്മെന്റ് എന്നുള്ളത് കേട്ടോ. ഇതാണ് നമ്മുടെ 3rd ചാപ്റ്റർ. ഇനി അതിലെ ക്വസ്റ്റ്യൻസും കൂടി നമുക്കൊന്ന് നോക്കാം. 3rd ചാപ്റ്ററിലെ ഷെയർ ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ട്. ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണ്, ഡിവിഡൻഡ്, ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിലുള്ള വ്യത്യാസം, ദെൻ കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർ എന്താണ്, റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ എന്താണ് പ്രോസ്പെക്ടസ്, എന്താണ് ESOP, എന്താണ് സ്ട്രൈക്ക് പ്രൈസ്. സ്ട്രൈക്ക് പ്രൈസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, മുന്നേ കൂട്ടി നിശ്ചയിച്ച തുക, അതിനാണ് സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുക. എന്താണ് ബുക്ക് ബിൽഡിംഗ്, എന്താണ് അണ്ടർ റൈറ്റിംഗ്, ബ്രോക്കറേജ്, ഷെയർസ് അറ്റ് പാർ, ഇക്വിറ്റി ഷെയർ, ബോണസ് ഷെയർ, സറണ്ടർ ഓഫ് ഷെയർസ്, ഫോർഫീച്ചർ. അത് നമ്മളെ 2 മാർക്കിന് പഠിച്ച എല്ലാ സാധനങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷോർട്ട് എസ്സേക്ക് വരികയാണെങ്കിൽ ഡീമാറ്റിംഗ് ഓഫ് ഷെയർസിന്റെ പ്രോസസ്സ് ചോദിച്ചിട്ടുണ്ട്. ഡീമെറ്റീരിയലൈസേഷന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്, ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, ESOP എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, പിന്നെ അതിൻ്റെ വ്യത്യാസം, ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ടൈപ്സ് ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഓതറൈസ്ഡ് ക്യാപിറ്റൽ, അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അതാണ് കേട്ടോ. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3rd ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബാക്കി ചാപ്റ്റേഴ്സ് നമ്മൾ അടുത്ത വീഡിയോയിൽ വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 3 ചാപ്റ്റേഴ്സ് വേഗം പഠിച്ച് സെറ്റ് ആക്കിക്കോ. ഇത് കേട്ടിട്ട് നമ്മുടെ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.